പാലക്കാട് കഞ്ചിക്കോട് IITയിലെ വിദ്യാർത്ഥിക്ക് അജ്ഞാതന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ സംഭവത്തിൽ അന്വേഷണം ക്യാമ്പസ് കേന്ദ്രീകരിച്ച്. ഗുരുതരമായി പരിക്കേറ്റ അശ്വിനി കണ്ണൻ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. പുറത്തുനിന്ന് എത്തിയവർ ആക്രമിക്കാൻ സാധ്യതയില്ലെന്നാണ് പ്രാഥമിക നിഗമനം. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി SP പറഞ്ഞു. ഇക്കഴിഞ്ഞ 23-ന് രാത്രിയിലാണ് കഞ്ചിക്കോട് IITയിലെ വിദ്യാർത്ഥിനിക്ക് നേരെ ആക്രമണമുണ്ടായത്. ആക്രമണം ആസൂത്രിതമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. ഡാറ്റാ സയൻസ് എഞ്ചിനീയറിംഗ് 4ാം വർഷ വിദ്യാർത്ഥിനിയും സേലം സ്വദേശിനിയുമായ അശ്വിനി കണ്ണന് നേരെയാണ് ആക്രമണമുണ്ടായത്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള അശ്വിനിക്ക് പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കി. അശ്വിനി അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. IITയിലെ അക്കാദമിക് ബ്ലോക്കിന് സമീപത്തെ ഡൈനിങ് ഹാളിലേക്ക് നടന്നു പോകുമ്പോഴാണ് അശ്വിനിക്ക് പിറകിൽ നിന്ന് ആക്രമണമുണ്ടായത്. വലതു കണ്ണിനും നെറ്റിക്കും തലയ്ക്കും സാരമായ പരിക്ക് പറ്റിയ അശ്വിനിയെ വാളയാറിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ആക്രമണം നടന്ന സ്ഥലത്ത് CCTV ഇല്ലാത്തത് അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട്. പുറത്തുനിന്ന് എത്തിയവർ ആക്രമിക്കാൻ സാധ്യതയില്ലെന്നാണ് പ്രാഥമിക നിഗമനം. എവിടെ നിന്ന് ആര് എന്നത് കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ വ്യക്തമാവൂ എന്നും അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും SP V അജിത് കുമാർ പറഞ്ഞു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മാത്രം പ്രവേശനമുള്ള IITയിൽ ആക്രമണമുണ്ടായത് ഭീതിപ്പെടുത്തുന്നതാണെന്നും മുൻപ് ആക്രമണമുണ്ടായപ്പോൾ കരുതൽ സ്വീകരിക്കാത്തതാണ് ഇപ്പോഴത്തെ സംഭവത്തിന് കാരണമെന്നും സുരക്ഷ ശക്തമാക്കണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. അതേസമയം ആക്രമണ പശ്ചാത്തലത്തിൽ ക്യാമ്പസിൽ കൂടുതൽ CCTV വയ്ക്കാൻ തീരുമാനമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.